ഹലോ, എല്ലാവർക്കും റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ സന്തോഷവാനാണോ അല്ലെങ്കിൽ സന്തോഷവതിയാണോ? ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയണം. ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മറുപടി വന്നേക്കാം. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ, അത് കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കും ഉറപ്പായിട്ടും. എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും. കുറച്ച് പണം കയ്യിൽ വന്നാൽ ഞാൻ സന്തോഷിക്കും. എൻ്റെ കടങ്ങൾ തീർന്നാൽ എനിക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. എൻ്റെ മക്കൾ നന്നായി സെറ്റിൽ ആയാൽ ഞാൻ സന്തോഷിക്കും. ഒരു നല്ല വീട് വെക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നല്ല വീട് വാങ്ങിയാൽ ഞാൻ സന്തോഷിക്കും. എല്ലാം ശരിയാവുകയാണെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയും. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങൾ സന്തോഷിക്കാനായിട്ട് കാത്തിരിക്കുന്ന ആ ദിവസം ഒരിക്കലും വരില്ല. കാരണം ജീവിതം ഒരിക്കലും പൂർണ്ണമായി പ്രശ്നരഹിതമാകുന്നില്ല. ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നം വരും. ഒരു ആഗ്രഹം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ അടുത്ത ആഗ്രഹം നമ്മളിൽ ജനിക്കും. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അടുത്തത് സംഭവിച്ചാൽ ഞാൻ സന്തോഷിക്കും എന്ന് കാത്തിരുന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ചെറിയ കഥ കേട്ടാലോ? ഒരു ഗ്രാമത്തില് റയാൻ എന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ആളായിരുന്നില്ല. അവൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. നല്ലൊരു ജോലി വേണം, സ്വന്തമായ ഒരു വീട് വേണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, കുറച്ച് പണം സേവ് ചെയ്യണം, കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കണം. ഇതൊക്കെയായിരുന്നു അവന്റെ ആഗ്രഹങ്ങൾ. അവൻ എപ്പോഴും പറയുമായിരുന്നു, ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എല്ലാം ഒന്ന് ശരിയായാൽ എനിക്ക് ശരിക്കും ഒന്ന് സന്തോഷിക്കാനായിട്ട് കഴിയും. അവന് ജോലി ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇത് ചെറിയ ശമ്പളമാണ് ഈ ജോലിക്ക്, എനിക്കൊരു കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു സാലറിയിൽ ഒരു ജോലി ലഭിച്ചാലേ എനിക്ക് സന്തോഷിക്കാൻ കഴിയും. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവനൊരു നല്ലൊരു ജോലി ലഭിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ശമ്പളം നല്ലതാണ്, പക്ഷേ സ്വന്തമായൊരു വീടില്ലല്ലോ. ഒരു വീടും കൂടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിതം എൻജോയ് ചെയ്യാം. വർഷങ്ങളോളം പരിശ്രമിച്ചിട്ട് അവനൊരു വീട് വാങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു, വീട് കിട്ടി, പക്ഷേ ഇനി ലോൺ അടയ്ക്കണം. ലോണും കൂടി ഒന്ന് തീർന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ജീവിക്കാം. അവൻ കൂടുതൽ ജോലി ചെയ്തു, കൂടുതൽ പണം സമ്പാദിച്ചു, ലോണൊക്കെ അവൻ അടച്ചു തീർത്തു. അപ്പോഴും അവൻ പറഞ്ഞു, ഇനി കുട്ടികളുടെ ഫ്യൂച്ചറാണ്. അവൾ പഠിച്ച് നല്ലൊരു ലൈഫിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആകും. കുട്ടികൾ പഠിച്ചു, അവർ നല്ല ജോലി നേടി, ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയി. പക്ഷേ അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു, ഇനി മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാം. അങ്ങനെ ആ വിവാഹങ്ങളും നടന്നു. ഒരു ദിവസം അവൻ തൻ്റെ മുറിയിലെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അവന്റെ കയ്യില് പഴയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോയിൽ അവനും ഭാര്യയും അവന്റെ ചെറിയ കുട്ടികളായിരുന്ന അവന്റെ മക്കളും. അവൻ ആ ഫോട്ടോ നോക്കി കുറച്ചു നേരം നിശബ്ദനായിരുന്നു. അവൻ മനസ്സിൽ പറഞ്ഞു, ഞാൻ എപ്പോഴാണ് സന്തോഷിക്കാൻ തുടങ്ങിയത്? അവന് ഉത്തരം കിട്ടിയില്ല. അവൻ കാത്തിരുന്നു. ഒരു നല്ല ജോലി കിട്ടാൻ, ഒരു വീട് വാങ്ങാൻ, കടം തീരാൻ, മക്കൾ വളരാൻ, മക്കളുടെ വിവാഹം നടക്കാൻ, പ്രശ്നങ്ങൾ തീരാൻ. പക്ഷേ സന്തോഷിക്കാൻ അവൻ ഒരിക്കലും സമയം കണ്ടെത്തിയില്ല. അപ്പോഴാണ് അവന് ഒരു വലിയ സത്യം മനസ്സിലായത്. ഞാൻ ജീവിതം മാറ്റിവെച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷം മാറ്റിവെച്ചത് എൻ്റെ സന്തോഷം മാത്രമല്ല, എൻ്റെ ജീവിതവും തന്നെയാണ്. അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വാർന്നു വീണു. കാരണം അവന് പണം ലഭിച്ചു, അവന് വീട് ലഭിച്ചു, മക്കളുടെ വിജയം ലഭിച്ചു. പക്ഷേ അവൻ നഷ്ടപ്പെടുത്തിയ വർഷങ്ങൾ ഒരിക്കലും തിരികെ ലഭിച്ചില്ല. ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മളിൽ പലരും ഈ പറഞ്ഞ ആളെ പോലെയാണ്. നമ്മൾ പറയുന്നില്ലേ, ഇത് കഴിഞ്ഞിട്ട്, ഇത് ശരിയായിട്ട്, കുറച്ച് പണം വന്നിട്ട്, കുട്ടികളുടെ കാര്യം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ജോലി ഒന്ന് സ്റ്റേബിൾ ആയിട്ട്, വീടൊന്ന് സെറ്റായിട്ട്, എൻ്റെ പ്രശ്നങ്ങൾ തീർന്നിട്ട്. പക്ഷേ ജീവിതം നമ്മളോടൊരു ചോദ്യം ചോദിക്കും. നീ കാത്തിരുന്ന് ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ, തള്ളി നീക്കുമ്പോൾ ഞാൻ കടന്നു പോകുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? ജീവിതം നമ്മളോട് ചോദിക്കുന്നതാണ്. സമയം ആരെയും കാത്തിരിക്കില്ല. ഇന്നത്തെ ദിവസം നാളെ വരില്ല. ഇന്നത്തെ ആ പ്രായം നമുക്ക് നാളെ തിരികെ കിട്ടില്ല. ഇന്ന് നിങ്ങളോടൊപ്പമുള്ള ആളുകൾ നാളെ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് സന്തോഷം എന്ന് പറയുന്നത് ഭാവിയിലെ ഒരു റിവാർഡാക്കി നിങ്ങൾ മാറ്റി വെക്കരുത്. സന്തോഷം എന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സന്തോഷിക്കുക എന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇഗ്നോർ ചെയ്യുക എന്നതല്ല. നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, റിലേഷൻഷിപ്പ് പ്രോബ്ലങ്ങൾ ഉണ്ടാവാം, ജോലിയിൽ സ്ട്രെസ് ഉണ്ടാകാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഫേക്ക് ആയിട്ടുള്ള സ്മൈൽ ഇടുക എന്നുള്ളതല്ല സന്തോഷം. സന്തോഷം എന്നത് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ
പ്രശ്നങ്ങൾ മാത്രമല്ല എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഇന്നൊരു ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു നല്ല സുഹൃത്ത് നിങ്ങൾക്കുണ്ടാകാം, കുടുംബമുണ്ടാകാം, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടാകാം, ആരോഗ്യത്തോടെ നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്നുണ്ടാകാം, നിങ്ങൾക്ക് പ്രകൃതിയെ കാണാൻ കഴിയുന്നുണ്ടാവാം, പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയുന്നുണ്ടാവാം, പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടാവാം, നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ കഴിയുന്നുണ്ട്, ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് പഠിക്കാം. ഇവയെല്ലാം ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുമ്പോൾ ഈ ചെറിയ സന്തോഷങ്ങളെ നമ്മൾ കാണാതെ പോവുകയാണ്. നമ്പർ 1 റൂൾ എന്താണെന്നറിയോ? വെൻ, എപ്പോൾ എന്ന വാക്ക് നിങ്ങൾ മറക്കുക, ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം കുറയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തില് വെൻ എന്നുള്ള ആ ഒരു വേർഡ് കുറച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് സംഭവിച്ചാൽ എന്ന ചിന്ത നിങ്ങൾ കുറയ്ക്കുക. പകരം ചോദിക്കുക, ഇന്ന് എനിക്ക് എന്താ ചെയ്യാൻ കഴിയും? എനിക്കെല്ലാം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കിപ്പോൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുക. നമ്മുടെ മനസ്സ് പലപ്പോഴും നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകും. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളെ ഉള്ള കാര്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകും. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെച്ചേ. ഒന്നാമതായിട്ട്, ഇന്ന് എനിക്ക് സന്തോഷം നൽകിയ കാര്യം എന്താണ്? രണ്ടാമതായിട്ട്, ഇന്ന് എനിക്ക് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഒരുപാട് നന്ദിയോടെ സ്മരിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? മൂന്നാമതായിട്ട്, നാളെ ഞാൻ കുറച്ചും കൂടി മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഇത് ചെറിയൊരു എക്സർസൈസ് ആണ്, പക്ഷെ സ്ഥിരമായി നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറി തുടങ്ങും. നമ്പർ 2, ചെറിയ സന്തോഷങ്ങളെ വിലമതിക്കുക. സന്തോഷം എല്ലായ്പ്പോഴും വലിയ സംഭവങ്ങളിൽ നിന്നല്ല വരുന്നത്. ചിലപ്പോൾ ഒരു ചായ, ഒരു നല്ല സംഭാഷണം, ഒരു സുഹൃത്തിന്റെ ഫോൺ കോള്, കുട്ടിയുടെ പുഞ്ചിരി, അമ്മയുടെ ഒരു വാക്ക്, ഭാര്യയോടോ ഭർത്താവിനോടോ ഉള്ള ഒരു ചെറിയ സംഭാഷണം, പ്രഭാതത്തിലുള്ള ആ ഒരു സൂര്യപ്രകാശം, ഒരു മനോഹരമായ മഴ, ഇതെല്ലാം സന്തോഷമാണ്. പക്ഷെ നമ്മൾ അതിനെ സാധാരണ കാര്യങ്ങളായിട്ട് കാണുന്നു. ഒരു ദിവസം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതാകുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് സാധാരണ ദിവസങ്ങളെ എക്സ്ട്രാ ഓർഡിനറി ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും വേറൊരാളുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കരുത്. അവൻ എന്നോട് നന്നായി പെരുമാറിയാൽ ഞാൻ സന്തോഷിക്കും, അല്ലെങ്കിൽ അവൾ എന്നെ മനസ്സിലാക്കിയാൽ ഞാൻ സന്തോഷിക്കും, എന്റെ ബോസ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്താൽ ഞാൻ സന്തോഷിക്കും, മറ്റുള്ളവർ എന്നെ അംഗീകരിച്ചാൽ ഞാൻ സന്തോഷിക്കും. ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങളുടെ ഇമോഷണൽ റിമോട്ട്, അതിന്റെ കൺട്രോള് മറ്റുള്ളവരുടെ കൈകളിലാവും. അവർ മൂഡ് മാറ്റിയാൽ നിങ്ങളുടെ മൂഡും മാറും. അവർ ഒന്ന് സംസാരിച്ചാൽ നിങ്ങൾ സന്തോഷിക്കും, അവർ സംസാരിക്കാതിരുന്നാൽ നിങ്ങൾ തകർന്നു പോകും. അത് ഹെൽത്തി അല്ല. മറ്റുള്ളവരുടെ പെരുമാറ്റം നിങ്ങൾക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ നിങ്ങളുടെ പ്രതികരണം നിങ്ങൾക്ക് പരിശീലിപ്പിക്കാനായിട്ട് കഴിയും. 4ാമത്തെ റൂള് എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം ജീവിക്കാനായിട്ട് പഠിക്കുക. ഭൂതകാലം എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കാനായിട്ട് വരുന്നതാണ്. ഭാവി എന്ന് പറയുന്നത് നമ്മളെ പ്രചോദിപ്പിക്കാനായിട്ട് വരുന്നതാണ്. അങ്ങനെ ആവണം. പക്ഷെ ജീവിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ന് മാത്രമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിരന്തരം കുറ്റബോധത്തോടു കൂടി നിങ്ങൾ ഇരിക്കരുത്. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഭയത്തിൽ ഇന്നത്തെ സന്തോഷം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പ്ലാനിങ് വേണം, ഗോൾസ് വേണം, ഡ്രീംസ് വേണം. പക്ഷേ ഇന്നത്തെ ജീവിതവും നിങ്ങൾ ജീവിക്കണം. നിങ്ങളുടെ കുട്ടികൾ എന്ന് ചെറുതാണെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കുക. അവർ നാളെ വളരും. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. ഒരു ദിവസം അവർ നിങ്ങളുടെ അടുത്ത് ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ വിലമതിക്കുക. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സംരക്ഷിക്കുക. കുടുംബത്തെ നിങ്ങൾ വിലമതിക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ അവസാനമായിട്ടൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ സന്തോഷിക്കാനായിട്ട് എന്തിനാണ് കാത്തിരിക്കുന്നത്? ഒരു നല്ല ജോലി, കൂടുതൽ പണം, ഒരു വീട്, ഒരു റിലേഷൻഷിപ്പ്, ഒരു പ്രൊമോഷൻ, പ്രശ്നങ്ങൾ തീരുന്നത്, അങ്ങനെയാണ് എങ്കിൽ ഇന്ന് ഒരു കാര്യം ഓർക്കുക. ജീവിതം ഒരിക്കലും പെർഫെക്റ്റ് ആകില്ല. പെർഫെക്റ്റ് ഡേ വരാനായിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട. ഇന്നത്തെ ഇംപെർഫെക്റ്റ് ഡേയിൽ തന്നെ പെർഫെക്റ്റ് മൊമെന്റ്സ് കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു പുതിയ തുടക്കം എടുക്കാൻ കഴിയും. ഇന്നൊരു പുഞ്ചിരിയോടെ നിങ്ങൾ തുടങ്ങുക. ഇന്ന് ഒരാളോട് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം. ഇന്ന് ഒരാളോട് നമുക്ക് നന്ദി പറയാം. ഇന്ന് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഒരു 10 മിനിറ്റ് ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. ഇന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് സ്നേഹിക്കാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറച്ച് സ്നേഹിക്കാം. ഇന്ന് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ചെറിയ കാര്യം ചെയ്യുക. കാരണം നാളെ നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഇന്ന് നിങ്ങളുടെ കൈകളിലാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും പറയരുത്, അത് കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കും എന്നുള്ളൊരു വാക്ക്. പകരം എന്ത് പറയണം? എന്ത് സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ ഓർത്ത് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ അതിൽ ആസ്വദിക്കും. ജീവിതം എന്ന് പറയുന്നത് ഒരു റിഹേഴ്സൽ ഒന്നുമല്ല, ഇത് നമ്മുടെ യഥാർത്ഥ ജീവിതമാണ്, അല്ലേ?
അതുകൊണ്ട് സന്തോഷിക്കാനായിട്ട് കാത്തിരിക്കാതെ സന്തോഷിക്കാൻ തുടങ്ങുക. ഒരുപക്ഷെ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു ദിവസം ഒരിക്കലും വരില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഈ ദിവസം ഇനി ഒരിക്കൽ കൂടി തിരിച്ചു വരികയുമില്ല. അതുകൊണ്ട് ഇന്ന് ജീവിക്കുക, ഇന്ന് സ്നേഹിക്കുക, ഇന്ന് ചിരിക്കുക, ഇന്ന് നന്ദിയുള്ളവരാകുക, ഇന്ന് സന്തോഷിക്കുക. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഹാപ്പിനെസ് ഈസ് എ ഡിസിഷൻ. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ഹോളിസ്റ്റിക് ലൈഫ് കോച്ചാണ്. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ സെഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് എൻ്റെ വീഡിയോയിൽ കൂടി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കൃതജ്ഞയായി. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഇന്ന വ്യക്തി അവർ സന്തോഷിക്കാൻ പഠിക്കേണ്ട ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. Until then, keep smiling, keep growing and keep rising. സ്നേഹത്തോടെ നാളത്തെ വീഡിയോയുമായിട്ട് റൈസ് വിത്ത് ഷജീസ് അറ്റ് ഷജീസ് ഇൻസ്പയർ എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകും. താങ്ക് യു.